الشبلي أبو القاسم جنيد البغدادي سر السقطي معروف الكرخي أمير المؤمنين موسى الإمام علي موسى أمير المؤمنين الإمام موسى الكاظم الإمام جعفر الصادق الإمام باقر الإمام زين العابدين الإمام. ഇങ്ങനെ കുറേ ഖാദിരിയ തരീഖത്തിലെ മശായിഖന്മാരെ നിങ്ങൾ അറിയണം. ഇതിൽ വേറെ വിഷയം കൂടി വരാൻ പോകുന്നുണ്ട്. ഈ മശായിഖന്മാരുടെ പേരിൽ ഇല്ലാത്തത് ആരോപിച്ചില്ലേ, അത് വലിയ തെറ്റല്ലേ? വലിയ മഹാന്മാരായ ഖാദിരിയ തരീഖത്തിലെ പ്രമുഖരായ മഹാന്മാരെ കുറിച്ച് അവരിലൂടെയാണ് ഈ മുടി കൈമാറി വന്നത്. ഏത് മുടി? ഇവരെ കയ്യിലുള്ള മുടി. എത്ര വലിയ തെറ്റായ ഒരു ആരോപണമാണിത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. SSFകാരാ, ഇന്ന് കടക്കുമ്പോ നിന്റെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. ഇത്ര വേദനയുണ്ടതൊക്കെ. സത്യത്തിൽ അപ്പോഴാണ് നമ്മൾ കോഴിക്കോട് സമ്മേളനത്തിൽ പറഞ്ഞു ആ സനദ് നിർമ്മിച്ചുണ്ടാക്കിയ സനദാണ്. അപ്പൊ അതിന് മറുപടി വഹാബ് സക്കാഫി മുമ്പാട് പറഞ്ഞോ, നേരത്തെ ജിഷാമായി പറഞ്ഞല്ലോ, തൊള്ളി തോന്നിയൊക്കെ പറയുന്ന ആള്. അദ്ദേഹം പറഞ്ഞു ആ സനദ് ഉണ്ടാക്കിയതിനാണ് പിന്നെ ജിബിരിൽ കൊടുന്നു വരുമോ കേട്ടോളൂ. മൂടി ഉണ്ടാക്കിയ ഏപ്പിക്ക് സനദ് ഉണ്ടാക്കാൻ വയ്ക്കൂലേ? എങ്ങനെ ഉണ്ടാക്കാൻ വയ്ക്കും? സനദ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കൽ തന്നെയാണ്, അല്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി കൊടുക്കും. കണ്ടങ്ങള് സനദ് ഇങ്ങനെ ഉണ്ടാക്കണ തന്നെയാണ്. എന്നാ ആരാ ഉണ്ടാക്കിയത്? ആരാ സനദ് ഉണ്ടാക്കിയത്? സനദ് ഉണ്ടാക്കിയത് മലയമ്മ സഖാഫി. അദ്ദേഹം പിന്നെ വേദന കൊണ്ട് തിരിച്ചു പോന്നു. സനദ് ഉണ്ടാക്കിയത് ഇങ്ങനെയാണെന്ന് ബോധ്യപ്പെട്ട മലയമ്മ സഖാഫി അന്ന് അവരുടെ കൂടെയായിരുന്നു, കാന്തപുരത്തിന്റെ സ്വന്തം ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ഇതിന്റെ മനസ്സ് പ്രയാസം സഹിക്കവയ്യാഞ്ഞിട്ട് അദ്ദേഹം കാന്തപുരത്തിന്റെ കൂടാരം വിട്ടു, നമ്മുടെ കൂടെ ചേർന്നു. കോഴിക്കോട് വെച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിൽ പറഞ്ഞു ആ സനദ് നിർമ്മിതമാണ്, ഖാദിരിയ തരീഖത്തിലെ മശായിഖന്മാരുടെ പേരുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയതാണ് ആ സനദ്. പത്രസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ചാനലുകാരൻ വരെ പറഞ്ഞു കാന്തപുരം നടത്തിയ തട്ടിപ്പാണെന്ന് ജനങ്ങൾ സാധാരണക്കാർക്ക് വരെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. മലയമ്മ സഖാഫി കോഴിക്കോട് വെച്ച് നടത്തിയ പത്രസമ്മേളനം ഞാൻ കൂടുതൽ ഒന്നും പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരുപാട് ക്ലിപ്പ് ജിഷാമാഹിന്റെയും രാമന്തലിന്റെയും നൌഷാദ് ഹസന്റെയും ഏലംകുളത്തിന്റെയും ഒക്കെ കേൾപ്പിക്കാനുള്ളത് കൊണ്ട് ഒക്കെ അവർ പറയട്ടെ, നമ്മളൊന്നും പറയണ്ട. അവർക്ക് ഇഷ്ടം പോലെ പറയാണ്ട്. കേട്ടോളൂ, പറയട്ടെ. ഈ ഫസ്റ്റ് ഈ മുടിക്ക് സനദ് വേണമെന്ന വിവാദം വന്നപ്പോ അങ്ങനെ കൃത്രിമമായി സനദ് ഉണ്ടാക്കാൻ ഏൽപ്പിക്കപ്പെട്ട അവിടെ മർക്കസിലെ ഉസ്താദ്, അവിടുത്തെ ലെക്ചർ ഇപ്പൊ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതാണ് പിന്നെ മുമ്പ് ഡൽഹിയിൽ നിന്ന് ഒരു പണ്ഡിതൻ അവിടെ വന്നിരുന്നു. അയാൾക്ക് ഫിർദൗസി എന്നാണ് അറിയപ്പെടുന്നത്. അയാൾ ഇവിടെ വന്ന സമയത്ത് അയാൾ ഒരു ഖാദിരി തരീഖത്ത് എന്ന് പറയപ്പെടുന്ന തരീഖത്തിന്റെ ഷെയ്ഖാണ്. ആ തരീഖത്തിന്റെ ഇജാസത്ത് എന്ന് പറയാ, ആ തരീഖത്ത് കൈമാറുക, അതിന്റെ സമ്മതം. ആ സമ്മതത്തോട് അതോടുകൂടി അതിന്റെ സിൽസില എന്ന് പറയുന്നത് അതിന്റെ പരമ്പര, അത് ഔത്തുല്ലാഹുൽ മുഹീദ് ശൈഖ് മുതൽ റസൂൽ വരെ എത്തുന്ന പരമ്പര. ആ പരമ്പര അയാൾ അവിടെ കൈമാറിയിരുന്നു. അപ്പൊ ഈ ബാക്കവി എന്ത് ചെയ്തു? ആ തരീഖത്തിന്റെ ആ സിൽസിലയിലേക്ക് നേരത്തെ ഇവിടെ ഈ ഒന്നാമത്തെ മുടി കൊണ്ടുവന്ന സമയത്ത് ഒരു ചെറിയൊരു ഷഹാദത്തിന് ഇദ്ദേഹത്തിന് കൈമാറിയ പോലെ, ഇദ്ദേഹത്തിന് ഇല്ലേ അതുപോലെയുള്ള ചെറിയൊരു ഷഹാദത്ത് കൈമാറിയിരുന്നു, ഒരു ചെറിയ സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റിലുള്ള 6 പേരുടെ പേരും ഈ പറയപ്പെടുന്ന സിൽസിലയും രണ്ടും കൂടി കൊളുത്തി ടാക്സ് ചെയ്തു. അങ്ങനെയാണ് ഈ പുതിയ സന്നദ്ധ ഉണ്ടായത്. അതാണ് ഈ കോട്ടക്കലിന് വായിച്ചത്. കണ്ട നിങ്ങള്? അപ്പൊ കോട്ടക്കൽ വായിച്ച സനദ് ഏതാണ്? നിർമ്മിച്ചുണ്ടാക്കിയ സനദാണ്. പറയട്ടെ. അപ്പൊ അതും ഈ മുടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ ഏതൊരാൾക്കും തോന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരു തട്ടിപ്പുകാരനാണ് എന്ന്. ചാനലർ വരെ പറയാ, ഏത് സാധാരണക്കാരനൊക്കെ മനസ്സിലാക്കാം കാന്തപുരം ഒന്നാം നമ്പർ തട്ടിപ്പുകാരനാണ്. ഇനി ആർക്കും മനസ്സിലാകാത്ത? എല്ലാവർക്കും മനസ്സിലായി. ആലോചിച്ച് നോക്കൂ. അപ്പോഴാണ് ഈ സനദ് ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് നമ്മുടെ ജില്ലക്കാരനായ വല്ലപ്പുഴക്കാരനായ സ്വാലിഹ് സഖാഫി. അദ്ദേഹം കാന്തപുരത്തിന്റെ PA ആയിരുന്നു. കാന്തപുരത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന, കാന്തപുരത്തിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്ന ഒരാളാണ് സാലിഹ് സഖാഫി, വല്ലപ്പുഴക്കാരൻ. അദ്ദേഹത്തിന് ജിഷാൻ മാഹി അദ്ദേഹത്തിന് ഫോൺ വിളിച്ചു. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ന്യൂസിലാൻഡിലാണ്. കാന്തപുരത്തിനോട് മടുത്ത് കാന്തപുരത്തിന്റെ സ്വഭാവവും കാന്തപുരത്തിന്റെ തട്ടിപ്പും കാന്തപുരത്തിന്റെ ചൂഷണവും എല്ലാം ബോധ്യപ്പെട്ടപ്പോ ഇതിന് ആവില്ലെന്ന് മനസ്സിലാക്കി ജോലി വലിച്ചെറിഞ്ഞുകൊണ്ട് ന്യൂസിലാൻഡിൽ പോയി ഏകാന്തവാസം വഹിക്കുകയാണ് ഇന്ന് സാലിഹ് സഖാഫി. അപ്പൊ ജിഷാൻമായി ഫോൺ വിളിച്ചു. ഞാൻ ജിഷാമായി ഇടക്കിടക്ക് പറയുമ്പോൾ ഒരു പക്ഷെ നാളെ പറയും ജിഷാമാഹിനെ അങ്ങനെ ഞങ്ങൾക്ക് അറിയുന്നില്ല, അറിയില്ലാരാൻ കഴിയില്ല, പേരോട് പറയുന്നുണ്ട് ജിഷാമായി നല്ല കുട്ടിയാ, എന്റെ കാസ്റ്റൊക്കെ എപ്പോഴും കേൾക്കുന്ന കുട്ടിയാ.
അവനക്ക് ഒരുപാട് കഴിവുകളുണ്ട്. മുജാഹിദിനെയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ തകർക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് ജിഷാൻ മായി എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ ജിഷാൻ മായിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ആദ്യം കേൾക്കണം, അല്ലെങ്കിൽ നാളെ പറയും ജിഷാൻ മായിട്ടൊരു ബന്ധമില്ല. ജിഷാൻ മായി ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. പേരോട് സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ ക്ലാസ് റൂമിലൂടെ പ്രസംഗം കേട്ടിട്ട് ഖത്തറിൽ വെച്ചുകൊണ്ട് പേരോട് സംഭാവന ആവശ്യപ്പെട്ടപ്പോൾ സംഭാവന കൊടുത്തു ജിഷാൻ മായി. ഇത് കേട്ടപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ജിഷാൻ മായിയെ പുകഴ്ത്തി പറയുന്നത് കേൾക്കും നിങ്ങൾ. സുന്നി ഗ്ലോബൽ വോയിസ് റോഡിൽ 5 ചാക്ക് സിമെന്റ് ഖത്തറിൽ ജിഷാൻ മാഹി നല്ല ഒരാളാ. എന്റെ പ്രസംഗങ്ങളിൽ തീർത്തും കേട്ട് കാണാതെ പഠിച്ചിട്ട് എല്ലാ മുജാഹിദിനോടും തർക്കിക്കും. എല്ലാ ജമാഅത്തും തന്നെയും തള്ളിയിടും. സാധാരണക്കാരനാണ്. ജിഷാൻ മാഹി നല്ല ആളാണ്. എന്റെ പ്രസംഗം എപ്പോഴും കേൾക്കുന്ന ആളാണ്. അത് കേട്ടിട്ട് ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദിനൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിവുള്ള ആളാണ് ജിഷാൻ മായി. മാത്രല്ല കാന്തപുരത്തിന്റെ സ്വന്തം ആളാ. കാന്തപുരത്തിനോട് സ്വകാര്യ സംഭാഷണം നടത്തുന്ന ആളാണ് ജിഷാൻ മായി. കാന്തപുരത്തിന് വിളിക്കുമ്പോൾ തന്നെ ചോദിക്കുക, എനിക്ക് സ്വകാര്യം പറയേണ്ട ഉസ്താദേ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഞാൻ സ്വകാര്യം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ജിഷാൻ മായി തുടങ്ങാറുള്ളത്. പിന്നെ യാത്രയിലാന്ന് തോന്നുന്നല്ലേ? യാത്രയിലാണ്. പിന്നെ ഇപ്പൊ പറയുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടോ ഉസ്താദിന്? ഇല്ല, ബുദ്ധിമുട്ടില്ല. പിന്നെ ശരിക്കും ഇത് സ്വകാര്യം പറയേണ്ട വിഷയമാണ്. അടുത്താരും ഉണ്ടോന്ന് ഞാൻ അറിയില്ല. ആ ജിഷാൻ മായി അത്രത്തോളം ബന്ധമുള്ള ആളാണ്. മാത്രമല്ല, നിങ്ങൾ അറിയണം, നമ്മുടെ അഭിമന്യരായ ഉസ്താദുമാരൊക്കെ വല്ലാതെ ഫോം വിളിച്ച് ശല്യപ്പെടുത്തിയ ആളാണ് ജിഷാൻ മായി. മർഹൂം കാളമ്പാട് ഉസ്താദിനെ പോലും ഫോം വിളിച്ചിട്ട് പലതും കുത്തിക്കുറിച്ച് ചോദിച്ചിട്ട് സന്ദർഭത്തിൽ നടത്തിയെടുത്ത ആളായിരുന്നു ജിഷാൻ മായി. പേരോടിന്റെ പ്രസംഗത്തിലെ പല ക്ലിപ്പുകളും ജിഷാൻ മായിയുടെ ക്ലിപ്പായിരുന്നു. ജിഷാൻ മായി അവരുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്ന ക്ലിപ്പ് മേക്കർ എന്ന പേരിലാണ്. ക്ലിപ്പ് നിർമ്മിച്ചുണ്ടാക്കി കൊടുക്കുന്ന ആള്. പേരോടിന് വേണ്ടി, അവരുടെ കൂട്ടത്തിലെ നൗഷാദ് ഹസനിക്ക് വേണ്ടി, അവരുടെ കൂട്ടത്തിലെ പ്രഭാഷകന്മാർക്ക് വേണ്ടി ഫോൺ വിളിച്ച് ആ ഫോൺ വിളി ക്ലിപ്പാക്കി മാറ്റി കൊടുക്കുന്ന ആളായിരുന്നു ജിഷാൻ മായി. ആ ജിഷാൻ മായി തന്നെ പറഞ്ഞു കേട്ടോളൂ, ഞാൻ ബഹാവുദ്ദീൻ ഉസ്താദിനെ വിളിച്ചു. ആ വിളിച്ച് ഞാൻ നെറ്റിലിട്ട എന്റെ ആ ക്ലിപ്പ് 6 ലക്ഷത്തിൽ പരം ആളുകൾ കേട്ടിട്ടുണ്ട്. ജിഷാൻ മായി ഇവർക്ക് വേണ്ടി ചെയ്ത സേവനം അദ്ദേഹം പറയാ, ഞാൻ അത്രത്തോളം സേവനം ചെയ്ത ആളാണ് കാന്തപുരത്തിന് വേണ്ടി. കേൾക്കും നിങ്ങൾ ജിഷാൻ മായി എന്ന് പറയട്ട കാര്യം. മനസ്സിലാക്കണം, ഇതൊന്നും വെറുതെ പറയല്ല. കാരണം ഇത് ജിഷാന് വെറുതെ പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഒരു വിഷയത്തെ സംബന്ധിച്ച് കണ്ണടച്ചിരുട്ടാക്കേണ്ട ആവശ്യമില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സുന്നി ഗ്ലോബൽ വോയിസ് റൂമിലൂടെയുള്ള പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഈ പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന ബഹാവുദ്ദീൻ കൂരിയാട് നദ്വി, ബഹാവുദ്ദീൻ കൂരിയാട് നദ്വി അദ്ദേഹവുമായി സംസാരിച്ച ഫോൺ രേഖ യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. ഏകദേശം 6,91,423 ആളുകൾ കേട്ടുകഴിഞ്ഞൊരു വിഷയമാണ്. അപ്പോ ഞാൻ ഷാർ മുബാറക്കിനെ ന്യായീകരിക്കാൻ വേണ്ടി അത് സത്യമാണെന്ന് മനസ്സിലാക്കിയ സമയത്ത് അതിനുവേണ്ടി ഊർജവും സമ്പത്തും സമയവും ചെലവഴിച്ചുകൊണ്ട് ഈ വിഷയം ന്യായീകരിക്കാനും സുന്നത്ത് ജമാഅത്തിന്റെ പിന്നെ മഹത്വം ഇസ്സത്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ വിഷയത്തിനായിട്ട് ഇറങ്ങിയ ഒരാൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ചൊരു സത്യം ബോധ്യപ്പെട്ടാൽ അത് കണ്ണടക്കേണ്ട ആവശ്യകത ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പലകുറി ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ എന്തു ചെയ്യേണ്ടി വന്നു? ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടി വന്നു. ഇനി ഒരല്പം പുറകോട്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ബോംബെയിലേക്ക് പോകുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന് ഈ വിഷയത്തിൽ വിസ്മരിക്കാൻ സാധ്യമല്ല. കാരണം ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ കാന്തപുര ഉസ്താദിനെ പലകുറി വിളിച്ചിട്ടുണ്ട്. ഈ വിളിച്ച വിഷയത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന് വല്ല സംശയവും ഇനി ഞാൻ ഈ ശബ്ദം എന്റെ പുറം ലോകം എത്തിയതിനു ശേഷം കാന്തപുര ഉസ്താദിന് ഈ പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ ജിഷാൻ മാഹി എന്ന് പറയുന്ന വ്യക്തി കളവ് പറയുകയാണെന്ന് ഉസ്താദ് പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ഒക്കെ രേഖകൾ ഞാനിവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്, അതിന്റെയൊക്കെ ആധികാരിക രേഖ ഞാൻ പുറത്തിറക്കാതെ ഇൻഷാ അല്ലാഹ് അത് വല്ലവരും ഗണ്ണിക്കുകയാണെങ്കിൽ അതിന്റെ മുഴുവൻ രേഖകളും അത് ഓഡിയായാലും വീഡിയോ ആയാലും അത് പുറത്തിറക്കും എന്ന് തന്നെ വളരെ ശക്തമായിട്ടും വ്യക്തമായിട്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ ഉസ്താദുമാർക്കും നേരിട്ട് വിളിക്കുക, എന്നിട്ട് അവരോട് ചോദ്യം ചോദിക്കുക. ആ ചോദ്യം ചോദിച്ചിട്ട് കിട്ടുന്ന ചോദ്യത്തിൽ നിന്ന് അവനക്ക് പറ്റിയ ഭാഗങ്ങൾ അടർത്തിയെടുക്കുക. ഇതൊക്കെ സാക്ഷാൽ പേരോട് പഠിപ്പിച്ചു കൊടുത്ത രീതിയായിരുന്നു, പേരോടും അനുയായികളും പഠിപ്പിച്ചു കൊടുത്ത രീതിയായിരുന്നു.
അത് ജിഷാൻമായി ചെയ്തു. ജിഷാൻമായി പറയാണ്, എന്റെ ജീവിതത്തിലെ ലക്ഷങ്ങളാണ് ഞാൻ ഈ പണിക്ക് വേണ്ടി ചെലവഴിച്ചത്. എവിടെയാണ് ക്ലിപ്പുള്ള അവിടെ ചെല്ലും, ഓടിച്ചെല്ലും, അതെടുക്കും. എവിടെയാണ് ഉസ്താദുമാരുള്ളത്? ഗൾഫിൽ നിന്ന്, ഖത്തർ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, 4-5 മണിക്കൂറായിരുന്നു ഞാൻ ഓരോരുത്തർക്ക് വിളിച്ചിരുന്നത്. നമ്മളെ കൂട്ടത്തിലെ പ്രഭാഷകന്മാർക്ക് നേരിട്ട് വിളിക്കാണ്, നമ്മൾ ആളായിട്ട് വിളിക്കും, അഭിനയിച്ചു വിളിക്കും, എന്നിട്ട് ആ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് പേരോടിന് കൊടുക്കും. അല്ലെങ്കിൽ അവരെ കൂട്ടത്തിലെ നൗഷാദ് ഹസനിക്ക് അങ്ങനെയുള്ള പ്രഭാഷകന്മാരെ കൊടുത്തുകൊണ്ട് ആ ക്ലിപ്പ് ഇട്ടുകൊണ്ടായിരുന്നു ഒരു കാലത്ത് കുറ്റ്യാടിയിലും മറ്റു പ്രദേശങ്ങളിലും സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രസംഗിച്ചിരുന്നത് നിഷേധിക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. ആ കഠിനാധ്വാനത്തിന്റെ ആ ഫലങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ, ഈ പ്രസ്ഥാനം ശരിയല്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു. അങ്ങനെ തുറന്നു പറഞ്ഞ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സാലിഹ് സഖാഫിയുമായി കൊണ്ട് ജിഷാൻമായി വിളിക്കുകയാണ്. സാലിഹ് സഖാഫിയോട് ചോദിച്ചു, നിങ്ങൾ മർക്കസിരിക്കുന്ന സമയത്താണല്ലോ കാന്തപുരം ഇങ്ങനെ ഒരു മുടിക്ക് സനതുണ്ടാക്കാൻ ആവശ്യപ്പെട്ടത്, നിങ്ങൾ എന്തിനാണ് കൂട്ടുനിന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഓരോന്നിനും അക്കമിട്ടുകൊണ്ട് സാക്ഷാൽ ജിഷാൻ മാഹിയോട് സാലിഹ് സഖാഫി, കാന്തപുരത്തിന്റെ PA എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വല്ലപ്പുഴക്കാരനായ സാലിഹ് സഖാഫി തുറന്നു പറയുകയാണ്. നിങ്ങൾ അറിയണം ഇതിൻ്റെയൊക്കെ ഈ സമുദായത്തിന് ഇവർ എത്രത്തോളം വഞ്ചിച്ചു എന്നുള്ളത്, ഈ സമുദായത്തെ എത്രത്തോളം പറ്റിച്ചു എന്നുള്ളത്. പാവപ്പെട്ട SSFന്റെ പ്രവർത്തകന്മാർ ഇവർ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിച്ച് ആ മുടിയിട്ട വെള്ളം കുടിച്ചു, അവർ കൊടുത്ത മുടിയിട്ട വെള്ളം കുടിച്ചു. അതിനുവേണ്ടി ആയിരങ്ങൾ പിരിച്ചുണ്ടാക്കി, കാന്തപുരത്തെ സഹായിച്ചു. കോടികളെ പള്ളി ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ് ആ പള്ളിക്ക് വേണ്ടി പിരിവെടുത്തു. നാടുകളിലൊക്കെ ഗ്രാമങ്ങളിലൊക്കെ വലിയ ബോർഡുകൾ സ്ഥാപിച്ചു. ഷെയറെ മുബാറക് ഗ്രാൻഡ് മസ്ജിദ് എന്നൊക്കെ പറഞ്ഞ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി എന്നൊക്കെ പറഞ്ഞ് ബോർഡുകൾ സ്ഥാപിച്ചു. ഈ സമുദായത്തെ എത്രത്തോളം വഞ്ചിച്ചു, ചതിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക. ഇനിയെങ്കിലും എന്റെ പ്രിയപ്പെട്ട SSFകാരാ, ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നിങ്ങളെ മനസ്സിന് മാറ്റം വരുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങളെ മനസ്സിലെന്തോ പെട്ടുപോയിട്ടുണ്ട്. അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. എന്തൊക്കെ കഥകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്? സാലിഹ് സഖാഫി പറയാണ്, ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങനെയുള്ള സനതുണ്ടാക്കിയത്. അപ്പൊ ജിഷാൻ മാഹിന്റെ ചോദ്യം, എങ്കിൽ പിന്നെ സാലിഹെ എന്തേ നിങ്ങൾ എതിർക്കാതിരുന്നത്? സാലിഹ് സഖാഫിന്റെ മറുപടി, പള്ളപ്രശ്നമാണ്. പള്ളപ്രശ്നമാണ്. ഒന്ന്, ഞാൻ കാന്തപുരത്തിന്റെ PA ആണ്, കാന്തപുരത്തിന്റെ സ്വന്തം ആളാണ്. കാന്തപുരത്തിന്റെ സ്വന്തം ആളായി നടക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിലെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ സ്വപ്നമാണത്. വലിയ വലിയ ആളുകളെ കാണാൻ കഴിയുക, കാന്തപുരത്തിന്റെ കൂടെ പോയിട്ട് വലിയ ശമ്പളം കൈപ്പറ്റുക, ഇതൊക്കെ കിട്ടുന്ന ഞാൻ അത് എതിർത്ത് കഴിഞ്ഞാൽ എനിക്കതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഞാനൊന്നും എതിർക്കാതിരുന്നത്. ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഷെയർ മുബാറക്കാന്ന് പറയാൻ അതിന് സെനദിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. തീർച്ചയായും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളിപ്പോ പിന്നെ ഈ 45 ആളുകൾ നാളെ മത്സരയിൽ നമുക്കിതിരെ സാക്ഷി എന്നാൽ നിങ്ങൾ എന്താ ചെയ്യേ? നിങ്ങളെന്താ ചെയ്യാന്നല്ലേ, നമ്മളെന്താ ചെയ്യേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് അല്ല, ഇത് പ്രത്യേകിച്ച് ഇൽമുള്ള ആളുകളാകുമ്പോ ആ വിഷയത്തിൽ ആഖിറത്തെ സംബന്ധിച്ചുള്ള ഒരു ചിന്ത ഉള്ള പ്രവർത്തനം ചെയ്യണ്ടല്ലേ? മകനെ ഇൽമുള്ള ആളുകൾക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇൽമുള്ള ആളുകൾക്ക് ദൈവവിശ്വാസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ല, നിങ്ങൾ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അന്ന് വ്യത്യസ്തനോട് ഇത് തുറന്ന് പറയേണ്ടിയിരുന്നു. അതായത് പല വിഷയങ്ങളും മാർക്കസിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് പറയാൻ കഴിയില്ല. ഒന്നാമത്തെ ചിലപ്പോ നമ്മളൊക്കെ കള്ളപ്രശ്നം ഇതൊക്കെ ഉണ്ട്. ഞാനെന്ന് പറഞ്ഞാല് അന്ന് മാർക്കസില് കാഫികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ആളായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു ശമ്പളമൊന്നും പുറത്തു പോയാൽ കിട്ടൂല. അപ്പൊ ആത്മാർത്ഥം ഇല്ലാത്ത അങ്ങനെ തന്നെ ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു, ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യായിരുന്നു. കണ്ടത് ഞാനെന്നാ മർക്കസിൽ ഏറ്റവും കൂടുതൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയാത്ത ശമ്പളം വാങ്ങുന്ന ആളായിരുന്നു. പിന്നെ എങ്ങനെ തുറന്നു പറയാ? പള്ള പ്രശ്നമായിരുന്നു. കണ്ട നിങ്ങൾ, മഹാത്മാക്കളായ ഖാദിരിയ തരീഖത്തിന്റെ മശായിഖന്മാർക്കെതിരിൽ അവരെക്കുറിച്ച് ഇല്ലാത്തൊന്ന് പറഞ്ഞുണ്ടാക്കിയാൽ കുറ്റബോധമില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അന്നത്തെ പള്ളപ്രശ്നം കൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ആരാ പറയുന്നത്? കാന്തപുരത്തിന്റെ സ്വന്തം PA സാലിഹ് സഖാഫി. ഇവരൊക്കെ ലക്ഷ്യമെന്താണ്? അതല്ലേ പണ്ട് നാട്ടിക ഉസ്താദ് പറഞ്ഞത്, ഇവരുടെ ലക്ഷ്യം ആശയമല്ല ആമാശയമാണ്. ഇന്ന് മർഹൂം നാട്ടിക ഉസ്താദ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ കുതിച്ചു പോവുകയാണ്.
അള്ളാഹുവിടുത്തെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ഒക്കെ കൊടുക്കുമാറാവട്ടെ. അവരെ നമ്മയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. സാലി സഖാഫി വെറും ഈ ഒരു വിഷയം മാത്രമല്ല, തുടർന്ന് ധാരാളം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ പറയാൻ നമുക്ക് കേൾക്കാൻ കഴിയും. സാലി സഖാഫി അവിടെയുണ്ടായ ഓരോ കാര്യങ്ങളും കാന്തപുരം വിളിച്ച് സനതുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ സാലി സഖാഫിനോട് ജിഷാൻ മാഹി ചോദിക്കുകയാണ്, എന്തേ മർക്കസിലെ മറ്റുള്ള ആളുകളൊന്നും ഇത് എതിർക്കാറുന്നത്? സാലി സഖാഫിന്റെ മറുപടി, മർക്കസിലെ എല്ലാവരും ഇത്തരക്കാരാണ്. എല്ലാവരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നവരും തട്ടിപ്പ് നടത്തുന്നവരുമാണ് മർക്കസിലെ ഒട്ടുമിക്ക ആളുകളും. അതുകൊണ്ട് തന്നെ മർക്കസിൽ എതിർക്കുക എന്നുള്ളൊരു ശൈലി ഒരിക്കലും ഉണ്ടാവുകയില്ല. എന്ത് തട്ടിപ്പ് നടത്തിയാലും, എന്ത് വേണ്ടാത്ത നടത്തിയാലും, അനാവശ്യമായി നടത്തിയാലും അതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഒരു പ്രകൃതിയാണ് മർക്കസിലുള്ളതെന്ന് പറയുന്നതാരാ? കാന്തപുരത്തിന്റെ സ്വന്തം പി എ ആയിരുന്ന സാലി സഖാഫി. ഒരിക്കൽ പോലും മജീദ് മുല്ലാരോട് ചോദിച്ചില്ല നിങ്ങൾ എന്തിനാ ഈ പണി ചെയ്തേന്നല്ലേ? ഇല്ല, കാരണം അതിപ്പോ എല്ലാവരും മർക്കസിലെ എല്ലാവരും ഇങ്ങനെയുള്ള കൃത്രിമവും ഇതൊക്കെ ചെയ്യുന്നവരാണെന്നുള്ളത് പിന്നെ അകത്തുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ആരും ആരോട് ചോദിക്കാൻ എന്താ പറയുക അർഹതല്ല. ന്യായമായ അവകാശം, ധാർമ്മികമായ അവകാശം ആർക്കുമില്ല. എല്ലാവരും അവനവന്റെ തലത്തിൽ എല്ലാവരും അവനവന്റെ പോസ്റ്റില് അല്ലെങ്കിൽ നിന്നുകൊണ്ട് പലരും ചെയ്യുന്നു വേണ്ടാത്തതും. അദ്ദേഹം ചെയ്തു, ഞാനും ചെയ്തു, അത്രയുള്ളൂ. മാത്രമല്ല സാലി സഖാഫി അറിയുന്നു, ഞാൻ മാത്രമല്ല എന്റെ കൂടെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന പലരും മർക്കസിലുണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് വേദന കൊണ്ട് അവിടുന്ന് രാജിവെച്ച് ഗൾഫിലെ വിവിധ രാജ്യങ്ങളിൽ പോയി സംഘടനയൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒറ്റക്ക് കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമാണുള്ളത്. പറയുന്നാരാ? സാക്ഷാൽ കാന്തപുരത്തിന്റെ കൂടെ നടന്ന, കാന്തപുരത്തിന്റെ എല്ലാമായിരുന്ന നമ്മുടെ ജില്ലക്കാരൻ കൂടിയായിരുന്ന വല്ലപ്പുഴക്കാരൻ സ്വാലിഹ് സഖാഫിയാണ്. നിങ്ങൾ ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മളൊന്നും ഒരിക്കൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ. നമ്മളിതൊക്കെ പറഞ്ഞപ്പോൾ അന്നൊരാൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അന്ന് ഇതിനൊക്കെ പച്ചയായിട്ട് എതിർക്കുന്ന ആളുകൾ, അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ, അവരൊക്കെ ഇപ്പോൾ തുറന്നു പറയുകയാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അരുതാത്ത പലതും സംഭവിച്ചു പോയിട്ടുണ്ട്. പല തട്ടിപ്പുകളും കാന്തപുരത്തിന്റെ അടുക്കൽ സംഭവിച്ചു പോയിട്ടുണ്ട്. പറയുന്നത് കാന്തപുരത്തിന്റെ സ്വന്തം അനുയായികളാണ്. നിങ്ങളിതിന്റെ ഗൗരവം മനസ്സിലാക്കണം. എന്നിട്ടിപ്പോ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയാണ്, പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർതായിട്ടൊരു പ്രസ്താവന ചാനലുകളുടെ വരികയുണ്ടായി. എനിക്കതുമായിട്ടൊന്നും ബന്ധമില്ല. ഏതുമായിട്ട്? രാമന്തലി മുഹമ്മദ് പറഞ്ഞതുമായിട്ടോ അല്ലെങ്കിൽ ജിഷാൻമായി പറഞ്ഞതുമായിട്ടോ എനിക്കൊരു ബന്ധവുമില്ല, ഞാനത് അറിയുകയില്ല. പിറ്റേ ദിവസം തന്നെ രാമന്തല്ലി പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ, ഞാൻ പറഞ്ഞെങ്ങാനും നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ വെച്ചുകൊണ്ടൊരു സംവാദത്തിന് തയ്യാറുണ്ടോ? ഞാൻ ഓരോന്ന് ഞാൻ പറഞ്ഞതൊക്കെ അക്കമിട്ടുകൊണ്ട് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. പറയുന്നതാരാ? സാക്ഷാൽ രാമന്തള്ളി. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ സനതുണ്ടാക്കാനുള്ള കാരണം എന്താ? സനതുണ്ടാക്കാനുള്ള കാരണം കാന്തപുരം ഗൾഫിലെ ദുബായിലെ ഒരു ഷെയ്ഖനിക്ക് മുടി കൊടുത്തു. ആ മുടിയുമായി കൊണ്ട് ഷെയ്ഖ് ദുബായിൽ ചെന്നപ്പോൾ ആളുകൾ ചോദിച്ചു, അല്ല ഇതിന് സനതുണ്ടോ? അപ്പൊ ഗൾഫിൽ നിന്ന് കാന്തപുരത്തിനോട് ഈ അറബി ചോദിക്കുകയാണ്, ഈ ഷെയ്ഖ് ചോദിക്കുകയാണ്, ഈ മുടിക്ക് സനതുണ്ടോ? അപ്പോൾ ആ കാന്തപുരത്തിനും പേടിയായി. ഉടൻ തന്നെ കാന്തപുരം മർക്കസ് വിളിച്ചിട്ട് പറഞ്ഞു, വേഗം ഒരു സനതുണ്ടാക്കണം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന അബ്ദുൽ മജീദ് മുസ്ലിയാർ എന്ന ആള്, കാന്തപുരത്തിന്റെ അന്നത്തെ കാര്യങ്ങളൊക്കെ കൈ ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹം ചോദിച്ചു, ഉസ്താദ് എന്ത് സനത്? ആ മുടിയുടെ സനത്. ആ പാവ നിർവാഹമില്ലാത്തതുകൊണ്ട് വേഗം ഖാദിരിയ തരീഖത്തിന്റെ മശായിഖന്മാരെ ഉൾപ്പെടുത്തിയിട്ട് ഒരു സനതുണ്ടാക്കി അത് ഫാക്സ് ചെയ്ത് കൊടുത്തയച്ചു. ഗൾഫിലെ അറബിയുടെ മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടി കാന്തപുരം എടുത്ത ഒരു വികൃതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു തട്ടിപ്പായിരുന്നു ഈ സനത് എന്ന് പറയുന്നത്. അതും സാക്ഷാൽ ജിഷാൻ മാഹി തന്നെ സാലിഹ് സഖാഫിയുമായി പങ്കുവെക്കുന്നു. നിങ്ങൾ ഹാഷിമി തങ്ങൾക്ക് മുടി കൊടുത്തിരുന്നു, അല്ലെങ്കിൽ മുടി കാണിച്ചു കൊടുത്തിരുന്നു എന്റെ വിശ്വാസം. ഒരു കഷ്ണം നിർത്തും. അതെ. പിന്നീട് റമദാനിൽ ഉസ്താദ് വിസിറ്റിംഗ് ചെന്നപ്പോ ഈ സനത് ചോദിച്ചപ്പോ ഉസ്താദ് അവിടെ ഫോൺ ചെയ്തു. ഉസ്താദിന്റെ ശൈലി അങ്ങനെ തന്നെയാണ്, അതിങ്ങോട്ട് അയക്ക് എന്ന് പറയും. മജിദുലിനെ വിളിച്ചിട്ട് അതിങ്ങോട്ട് അയക്ക്. ഏത് സനത്? ഏത് സനത് ഉസ്താദ്? ഷെറേ മുബാറക്കിന്റെ സനത്. കടങ്ങള് ശിഷ്യൻ ചോദിച്ചു, ഏത് സനദ ഉസ്താദേ? അപ്പൊ കാന്തപുരം ഗൾഫ് എന്ന് പറയാ, ഷെറേ മുബാറക്കിന്റെ സനദല്ലേ, അതിന്റെ കൊടുത്തുവിട്. കേൾക്കൂ. ഷെറേ മുബാറക്കിന്റെ സനത്. ഇങ്ങനെയാണ് ഉസ്താദിന്റെ ശൈലി.
മദീനവരെ എന്ത് ചെയ്തു വേഗം, കാരണം ഇല്ലെങ്കിൽ ചൂടാവും, ചീത്തോടെ ചെയ്യും, ചിലപ്പോ ഭയങ്കര ദേഷ്യം പിടിക്കും. അല്ല ഉസ്താദെ, പിന്നെ വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഉസ്താദിന്റെ ശൈലിയല്ലേ? ഞാനതല്ലേ ചോദിക്കുന്നത്. കാരണം വെച്ചാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാന്റെ ഷെയർ മുബാറക് ആണെന്നുള്ളതിന് അതിന് പിന്നെ സനത് തന്നെ വേണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് റസൂലുള്ളാന്റെ ഷെയർ മുബാറക്കാന്ന് പറഞ്ഞാല് അപ്പൊ ഇത് 45ഓളം വിശ്വസിക്കുന്ന ആളുകൾക്ക് അല്ല, അത് മതിയായിരുന്നു. ഇത് 45ഓളം ഇമാമിങ്ങളെ പേരിൽ പറഞ്ഞ കളവിന് നമ്മൾ ആഹൃത്തിൽ സമാധാനം പറയേണ്ടി വരില്ലേ? നമ്മളിപ്പം ജനങ്ങളെ മുമ്പിൽ മൂടി വെച്ചാലും കണ്ണങ്ങള് എന്തേ പറഞ്ഞ 45ഓളം മഹാന്മാരോട് നമ്മൾ മറുപടി പറയേണ്ടി വരില്ലേ? നിഷാമായി ചോദിച്ചപ്പോ സാലി സക്കാഫ് പറയാൻ ശരിയാണ്, ജനങ്ങളോട് എന്താ പറയാ? സാലി സക്കാഫിന്റെ മറുപടി, ജനങ്ങളൊക്കെ കഴുതകളല്ലേ. കാരണം യാക്കോമാണ് ഷെയ്ഖുൻ എന്ത് പറഞ്ഞാലും തക്ബീറിൽ സ്വീകരിക്കുന്നറിയാം. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ഗൗരവത്തോടെ ചിന്തിക്കുക. എന്നിട്ടോ പിന്നെന്തുണ്ടായത്? ഇപ്പൊ സനദിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടെന്നില്ല. കഴിഞ്ഞ യോഗത്തിൽ വെച്ചുകൊണ്ട് റഷീദ് സക്കാഫി ഏലംകുളം പറയാണ്, യോഗത്തിൽ വെച്ചുകൊണ്ട് ചർച്ച സനദിലേക്ക് എത്തിയപ്പോ നമ്മളെ കുമരംപുത്തുകാരൻ അലി മുസ്ലിയാർ അഥവാ ഇവരുടെ ജില്ലാ കാളി, മഹലില്ല ജില്ലയുള്ളൂ, ജില്ലയിലെ കാളിയ, ആ ജില്ലാ കാളി ആ യോഗത്തിൽ വെച്ച് പറഞ്ഞേ സനദിന്റെ കാര്യം മുണ്ടേ ചെയ്യരുത്, സനദിന്റെ കാര്യം മുണ്ടേ നമ്മൾ ആകെ വഷളാകും, ഇനി സനദിന്റെ കാര്യം മുണ്ടാനേ പറ്റൂല. യോഗത്തിൽ അലി മുസ്ലിയാർ തുറന്നടിച്ചു പറഞ്ഞു എന്ന് റഷീദ് സക്കാഫി ഏലംകുളം ജിഷാൻ മാഹിയോട് പറയുന്നത് കേൾക്കും നിങ്ങൾ. മുഷാവറയിൽ എന്താ വിഷയം നടന്നത് അത് അറിയില്ലല്ലേ? മുഷാവറയിൽ ഭയങ്കര ചർച്ചകളൊക്കെ ഉണ്ട്. അതിന്റെ ഒന്നും കിട്ടിയില്ല, നാളെ കിട്ടുള്ളൂ. നാളെ അലിസ്ഥാനെ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞല്ലോ. അലിസ്ഥാനാണ് വിഷയം എടുത്തിട്ടുള്ളത്. ഒന്ന് സനദിന്റെ വിഷയം ഉണ്ടായതായിരുന്നു അലിസ്ഥാദ്. എന്താ മുൻകേലെന്ന് ചോദിച്ചൊരാള് മുൻകേടത്തോളം കുടുങ്ങാനാവും. ഖണ്ഡങ്ങള് അലി മുസ്ലിയാർ പറഞ്ഞു സനദിനെ കുറിച്ച് മിണ്ടരുത്. അപ്പൊ വേറെ ആള് എന്താ മുണ്ടിയാല് മുണ്ടിയോടത്തോളം കണ്ടില്ലേ, ഇനി മുണ്ടണ്ടാന്ന്. ആരാത് പറയുന്നത്? റഷീദ് സക്കാഫി ഏലംകുളമാണ്. എന്റെ പ്രിയപ്പെട്ട സക്കാഫി ചോദിക്കട്ടെ, പടച്ചവനെ കുറിച്ച് നിങ്ങൾക്ക് പേടിയില്ലേ? നിങ്ങളല്ലേ പണ്ട് പറഞ്ഞത് നിഫാക്കിന്റെ ലക്ഷണമാണിതൊക്കെ? എന്റെ സഹോദര റഷീദ് സക്കാഫി, സ്നേഹത്തോടെ ചോദിക്കട്ടെ, പോകണ്ടേ? ഈ ലോകത്തോട് നമുക്കിവിടെ പറയണ്ടേ? എത്ര വലിയ തെറ്റിനാണ് നിങ്ങൾ കൂട്ടുനിൽക്കുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ പോകണ്ടേ സക്കാഫി? നിങ്ങളുടെ അഭിമന്യനായ ജില്ലാക്കാല് പറയുന്നു സനദിന് മിണ്ടിക്കൂടാ. സനത് ചോദിച്ചു കഴിഞ്ഞാൽ സനദിനെ കുറിച്ച് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തിനേക്കാൾ ഉപരി വഷളായി പോകും. എന്തിനാണ് ഇനി ഇതിന് പിന്നാലെ നടക്കുന്നത്? ഇനിയെങ്കിലും ഈ മുടി ഒഴിവാക്കിക്കൂടെ? എന്തിനാണ് സഹോദരന്മാരെ? മാത്രമല്ല എല്ലാവർക്കും അറിയാം, അലി മുസ്ലിയാർക്കറിയാം, ഏലംകുളത്തിനറിയാം, എല്ലാവർക്കും അറിയാം ഈ മുടി ശരിയല്ല. എല്ലാ സഖാഫികൾക്കും അറിയാം, എല്ലാ അഹ്സനിമാർക്കും അറിയാം. പക്ഷെ ചിലർ മിണ്ടുന്നില്ലെന്ന് മാത്രം, ചിലർ പുറത്തു പറയുന്നില്ലെന്ന് മാത്രമല്ല. ഇപ്പൊ ആകെ AP വിഭാഗത്തിൽ 3 വിഭാഗം ഉള്ളത്. ഒരു വിഭാഗം എന്താ അറിയോ? എന്തെന്നെ ആയാലും തക്ലീദ് ചെയ്യുന്ന വിഭാഗം. ഞാൻ മുടി അല്ല എന്ന് കാന്തോരം പറഞ്ഞാലും മുടില്ലെന്ന് അങ്ങനെ തന്നെ. കാന്തോരം പറയണവരുണ്ട് ആണെന്നാണ്, എന്ത് പറഞ്ഞാലും അന്ധമായിട്ട് അനുകരിക്കുന്ന വിഭാഗം. മറ്റൊരു ഇനിയിപ്പോ നമ്മളൊരു മുണ്ടണ്ട, എങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ പറയുന്നത്. ഇത് ഞാൻ പറയല്ല, അതും റഷീദ പറയുന്നത്. റഷീദ് സക്കാഫി ഏലംകുളം ജിഷാമായിയോട് പറയാണ്, നമ്മളെ വിഭാഗത്തിൽ ഇപ്പോൾ 3 വിഭാഗമാണുള്ളത്. റഷീദ് സക്കാഫി, നിങ്ങൾ തുറന്നു പറയണം, നിങ്ങൾ ഏത് ഗ്രൂപ്പിലാ? നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണുള്ളത്? പറയട്ടെ റഷീദ് സക്കാഫി. ഞാൻ പറഞ്ഞത് ഇത് എവിടെ പോയി അവസാനിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നേ? ഇത് വ്യാഴാഴ്ചത്തെ വിശദീകരണ ക്ലിപ്പിംഗ് കൊണ്ടൊക്കെ വരികയാണെങ്കിൽ വിഷയം തന്നെയാണ്. അതായത് ഒരു 2-3 ഫിർഖത്താവും, ഗ്രൂപ്പുകളാവും. എങ്ങനെ 2-3 ഗ്രൂപ്പുകളാവും എനിക്ക് മനസ്സിലായില്ല. ഒരു വിഭാഗം അന്ധമായിട്ടുള്ള മുക്കല്ലിദീങ്ങൾ, ഒരു വിഭാഗം അന്ധമായിട്ടുള്ള മുക്കല്ലിദീങ്ങൾ, 2. ഒരു വിഭാഗം മുൻകിതീങ്ങൾ, ഒരു ന്യൂനപക്ഷം. ഇനി ഇതാനെത്തി എന്താപ്പോ അതങ്ങനെയാണ് എന്താപ്പോ അങ്ങനെ ഒരു വിഭാഗം. റഷീദ് സക്കാഫി, നിങ്ങൾ ഏതിലാണുള്ളത്?
എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ ഗൗരവത്തോടെ ചിന്തിക്കൂ. എല്ലാവർക്കും അറിയാം. ഈ നൗഷാദ് ഹസനെയോ നിഷാമായി വിളിച്ചു ചോദിച്ചു, നൗഷാദ് ഹസൻ നിങ്ങളെ കാഴ്ചപ്പാടെന്താ? അത് വ്യാജം തന്നെയാണ്, ഒരു സംശയമില്ല. ആര്? ഒതുക്കുങ്ങലേ. അദ്ദേഹം പറഞ്ഞു വ്യാജം തന്നെയാണ്. പക്ഷെ ഇപ്പോ രാമന്തള്ളിയെ പുറത്താക്കിയെന്ന് കണ്ടപ്പോ നൗഷാദിനെയും പുറത്താക്കുമെന്നൊരു വക്കിലെത്തിയപ്പോ നൗഷാദ് രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ മുടി അംഗീകരിക്കുന്ന ആളാണ്. അപ്പോഴാ ജിഷാന്റെ മുന്നറിയിപ്പ്, നൗഷാദെ മോനെ കളിക്കണ്ട, നിന്റെ മുഴുവൻ ക്ലിപ്പ് ഞാൻ പുറത്തിടും, നിന്റെ അടിവേര് ഞാൻ ഇറക്കും. പറയുന്ന ആരാ? ജിഷാൻമായി. കാരണം ജിഷാൻമായി പറയുന്നു, നമ്മൾ രണ്ടാൾ ഒരുമിച്ച് നടന്ന ആളല്ലേ, നിങ്ങളൊക്കെ എനിക്കറിയാം, നിങ്ങൾ ഓരോ കഥയും എനിക്കറിയാം, നിങ്ങളെ കയ്യിലുള്ളതൊക്കെ എനിക്കറിയാം, ഞാൻ ഓരോന്ന് തുറന്നു പറയും. വെറുതെ സുന്നത്തമായിട്ട് പറഞ്ഞ് നടന്നോ നിനക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നിന്റെ അടിവേര് ഞാൻ ഇറക്കും. പറയുന്ന ആരാ? നൗഷാദ് ഹസന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ജിഷാനുമായി ഇപ്പോൾ നൗഷാദ് ഹസനിക്ക് മുന്നറിയിപ്പ് കൊടുക്കാണ്, നിശ്ചയിച്ച് രംഗത്ത് വരണ്ടാക്കട്ടുള്ളൂ. ഇത് ഒതുക്കുങ്ങലിലുള്ള നൗഷാദിനുള്ള സാമ്പിൾ വെടിക്കെട്ടാണ്. നൗഷാദിനുള്ള സാമ്പിൾ വെടിക്കെട്ടാണ്. ഇനി ബൈലക്സിൽ ഏതെങ്കിലും ഒരു റൂമിലെടുത്തിട്ട് ഈ നിഫാക്കുള്ള സംസാരം ആയിട്ട് ഇറങ്ങിയാൽ ഇരുത്തന്റെ അടുത്ത് ഇരുത്തും കേട്ടാ. ഇപ്പോ മുജാഹിദുകളായിട്ട് സംവാദമൊക്കെ നടത്തിയിട്ട് അത്യാവശ്യം നല്ല പേരുണ്ട്, അത് കളഞ്ഞു കുളിക്കണ്ട മോനെ, അടങ്ങി നിന്നോ. അല്ലെങ്കിൽ ഇരുത്തന്റെ അടുത്ത് ഇരുത്തും. പണ്ഡിതന്മാരെ ചതിച്ചവൻ ഇവനാണ് ഇപ്പൊ ചാരിത്ര പ്രസംഗം നടത്തുന്നത് അല്ലേ. അതുകൊണ്ട് സൂക്ഷിച്ചു കളിച്ചോ. ഈ നൗഷാദിന് മർക്കസിലുള്ള മുടിയിൽ വിശ്വാസമില്ല, ഞാൻ തെളിയിക്കും. ഈ ശബ്ദം നൗഷാദിന്റെ അല്ല എന്ന് പറയാൻ വല്ലവരുണ്ടോ? ഇനി നൗഷാദിന്റെ ഭക്തജനങ്ങളായിട്ട് നടക്കുന്ന വല്ലവരുണ്ടെങ്കിലേ ഇറങ്ങി വാ. ഇതൊന്നും നിങ്ങളെപ്പോലെ നാറിയ പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. സമൂഹത്തിൽ നമ്മുടെ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർക്കിടയിൽ പറഞ്ഞു തീർക്കാനും അവരുടെ ഇടയിൽ മാത്രം ചർച്ച ചെയ്യാനുമാണ് കഴിഞ്ഞ 3 വർഷം ഈ സാധുവായ ഞാൻ ആഗ്രഹിച്ചത്. അല്ലാന്ന് പറയാൻ പറ്റുമോ? എടോ നൗഷാദ്, നമ്മുടെ പണ്ഡിതന്മാർ സാക്ഷിയാണ്. ജിഷാൻ അറിയുമെങ്കിൽ ഇന്ന് രാമന്തള്ളി ചെയ്ത നെറികേട് അത് 2011 എനിക്ക് ചെയ്യാമായിരുന്നു, ചെയ്തില്ല. 2012 ചെയ്യാമായിരുന്നു, ചെയ്യില്ല. എന്നിട്ട് എന്റെ കയ്യിലുള്ള രേഖകൾ മുഴുവൻ ഒറ്റിയെടുത്ത് പരസ്പരം ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദിനെയും അതുപോലെ തന്നെ പേരോട് ഉസ്താദിനെയും തമ്മിൽ തെറ്റിക്കാനും സംഘടന ശുദ്ധീകരിക്കണ വ്യാജേന നമ്മുടെ പണ്ഡിതന്മാർക്കെതിരെ ക്ലിപ്പുകളും അതുപോലെ തന്നെ പ്രസ്താവനകളും അതുപോലെ തന്നെ മീഡിയകളിലൂടെ ചർച്ചകൾ നടത്തിയ ഈ നൗഷാദാണ് കട്ടണയിൽ രാമന്തള്ളി എന്ന് പറയുന്ന മുഹമ്മദ് രാമന്തള്ളിയെ കൊണ്ടേ ഇത് മുഴുവൻ ചെയ്യിച്ചതെന്ന് കേരള സമൂഹത്തിൽ ഞാൻ വിളിച്ചതുകൊണ്ട്. അതുകൊണ്ട് വെല്ലുവിളി നന്മ കളിക്കുന്ന സൂക്ഷിച്ച് കളിച്ചാൽ മതി. അതുകൊണ്ട് നൗഷാദിനോട് പറയുന്നത്, ഇന്നത്തെ പ്രസംഗം കൂടി നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഇതിന്റെ ബാക്കി ഇത് ഏറ്റവും സാമ്പിൾ കുറഞ്ഞതൊന്നാണ്, മാലപ്പടക്കം പോലെ വരും. ഞാൻ